ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് അതിനകത്ത് നേരെ ചുറ്റോട്ട് പോയിട്ട് പുറത്തേക്ക് നോക്കുമ്പോഴാണ് കണ്ടത് നല്ല ഇരുട് പിടിച്ചൊരു കാലാവസ്ഥയാണ് കേട്ടോ. മഴ പെയ്യണോ മഴ തെങ്ങി നിൽക്കണോ എന്നുള്ളൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഇരുന്നിട്ട് കാര്യമില്ല, നേരെ കിച്ചണിലേക്ക് പോയിട്ട് നല്ല പഴംപൊരിയും ചായയും ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ പുറത്തുനിന്ന് നല്ല മഴയും അകത്തുനിന്ന് നല്ല ചൂട് ചായയും പഴംപൊരിയും ഉണ്ടാക്കി കൊടുക്കാനെന്നെ പോലെ ആഗ്രഹമുള്ളവർ ഈ വീടിൻ്റെ ഇടയിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതൊരു നല്ലൊരു വൈബാണ് കേട്ടോ. എന്നാന്ന് വിചാരിച്ചാൽ പുറത്തുനിന്ന് മഴയും അകത്തുനിന്ന് നമ്മൾ നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിക്കലെന്ന് വിചാരിച്ച ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി 2 പഴം എടുത്ത് കുണുകുണാന്നറിഞ്ഞ് കുറച്ച് മൈദയും പഞ്ചസാരയും ഉപ്പും കുറച്ച് ഫുഡ് കളറും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ പഴയിട്ട് ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കലാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മഴ പെയ്യുന്നുണ്ടോ നോക്കുമ്പോൾ മഴ പെയ്തിട്ടില്ല ഗൈസ്. ഞാൻ പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞവരെ മഴ പെയ്തിട്ടില്ല. അതിനുശേഷം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പഴംപൊരി ഉണ്ടാക്കി അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കിയെടുത്ത് നേരെ സിറ്റൗട്ടിലേക്ക് ഓടി. നോക്കുമ്പോഴാണ് മനസ്സിലായത് മഴ എന്നെ പറ്റിച്ചതാണ്. മഴ പെയ്തിട്ടില്ല ഗൈസ്. നമ്മളെ വൈകുന്നേരത്തെ നല്ല ഇളം വെയിലും കാറ്റൊക്കെ ആയിട്ട് ഞാൻ ഇന്നത്തെ ചായ മഴനെയും മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടങ്ങ് കുടിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.